നമസ്കാരം. പ്രധാന വാർത്തകൾ. നെയ്യാറ്റിൻകരയിൽ ജനരോഷം ഇരമ്പുന്നു. നഗരസഭയിലേക്ക് വൻ മാർച്ച്. മന്ത്രി എം.വി. രാജേഷ് രാജിവയ്ക്കണമെന്ന ആവശ്യം. നെയ്യാറ്റിൻകര. അഴിമതിയിലും കെടുകാര്യസ്ഥതയിലും മുങ്ങിയ നെയ്യാറ്റിൻകര നഗരസഭ ഭരണസമിതിക്കെതിരെ ജനരോഷം തെരുവിലേക്ക്. പൊതുമാർക്കറ്റിലെ മാലിന്യ പ്രശ്നത്തിൽ നടപടിയില്ലാത്തതിനെതിരെ രാഷ്ട്രീയ പാർട്ടികളും നാട്ടുകാരും ചേർന്ന് നഗരസഭ ഓഫീസിലേക്ക് വൻ മാർച്ച് നടത്തി. ഇത്ര വലിയ പ്രതിഷേധങ്ങൾ നടന്നിട്ടും അധികാരികളുടെ കണ്ണ് തുറക്കുന്നില്ലെന്ന ആക്ഷേപം ശക്തമാണ്. സംഭവത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് തദ്ദേശ വകുപ്പ് മന്ത്രി എം.വി. രാജേഷ് രാജിവയ്ക്കണമെന്ന ആവശ്യവും ഉയർന്നു കഴിഞ്ഞു. പ്രതിഷേധക്കടലായി നഗരസഭ. എന്നിട്ടും കുലുക്കമില്ലാതെ അധികാരികൾ. നെയ്യാറ്റിൻകരയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിഷേധത്തിനാണ് നഗരസഭ ഓഫീസ് സാക്ഷ്യം വഹിച്ചത്. മാർക്കറ്റിലെ ദുർഗന്ധവും മാരകരോഗങ്ങളുടെ ഭീഷണിയും സഹിക്കവയ്യാതെയാണ് നാട്ടുകാർ സമരത്തിനിറങ്ങിയത്. എന്നാൽ നഗരസഭാ കവാടത്തിന് മുന്നിൽ നടന്ന മാർച്ചും ധർണയും കണ്ടില്ലെന്ന് നടിക്കുന്ന ഭരണസമിതിയുടെ നിലപാട് ജനങ്ങളെ കൂടുതൽ പ്രകോപിതരാക്കുന്നു. ജനപ്രതിനിധികളും അധികാരികളും കാട്ടുന്ന ഈ നിസ്സംഗത അഴിമതിക്ക് നൽകുന്ന പരസ്യമായ പിന്തുണയാണെന്ന് സമരസമിതി ആരോപിച്ചു. മന്ത്രി എം.വി. രാജേഷിനെതിരെ രാഷ്ട്രീയ കടന്നാക്രമണം. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ മന്ത്രി എം.വി. രാജേഷ് പൂർണ്ണ പരാജയമാണെന്നാണ് രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നത്. സ്വന്തം വകുപ്പിന് കീഴിലുള്ള നഗരസഭയിൽ ഇത്രയും വലിയ ആരോഗ്യ ഭീഷണിയും അഴിമതിയും ഉണ്ടായിട്ടും മന്ത്രി മൗനം പാലിക്കുന്നത് ലജ്ജാകരമാണ്. ജനങ്ങളെ രോഗികളാക്കി മാറ്റുന്ന ഈ അഴിമതി ഭരണത്തിന് കുടപിടിക്കുന്ന മന്ത്രി പദവി ഒഴിയണം എന്ന് രാഷ്ട്രീയ നേതാക്കൾ മാർച്ചിൽ പ്രസംഗിച്ചു. അഴിമതിയുടെ ദുർഗന്ധം. നഗരസഭ പരാജയം. മാലിന്യ നിർമ്മാർജ്ജനത്തിനായി കോടികൾ വകയിരുത്തുമ്പോഴും മാർക്കറ്റിൽ നിന്ന് 1 കിലോ മാലിന്യം പോലും നീക്കം ചെയ്യാൻ നഗരസഭയ്ക്ക് കഴിയുന്നില്ല. ഇത് വ്യക്തമായ അഴിമതിയാണെന്നും ഇതിൽ ഉന്നത ഉദ്യോഗസ്ഥർക്കും പങ്കുണ്ടെന്നും ആരോപണമുണ്ട്. മഴ പെയ്യുന്നതോടെ നഗരം മുഴുവൻ രോഗശയ്യയിലാകുമെന്ന ഭീതിയിലാണ് ജനങ്ങൾ. സമരം തുടരും. വിട്ടുവീഴ്ചയില്ല. നഗരസഭാ അധികാരികളുടെയും മന്ത്രിയുടെയും നിസ്സംഗത തുടർന്നാൽ സമരം സെക്രട്ടേറിയറ്റ് പടിക്കലേക്ക് വ്യാപിപ്പിക്കാനാണ് തീരുമാനം. മാർക്കറ്റിലെ മാലിന്യം പൂർണ്ണമായും നീക്കം ചെയ്യുന്നത് വരെയും അഴിമതിക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുന്നത് വരെയും നെയ്യാറ്റിൻകരയെ പ്രക്ഷോഭ ഭൂമിയാക്കുമെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി.